ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വിന്നി ദി പൂ പറഞ്ഞിട്ടുള്ള കാർട്ടൂണിൻ്റെ ക്യാരക്ടറാണ്. നമ്മുടെ സാധാ യൂസ് ചെയ്യുന്ന ക്രോഷൻ്റെ നെയിൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മുത്തിൻ്റെത് അടിഭാഗം അങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ടൈപ്പ്, അങ്ങനത്തെ വലിയ സൈസ് മുത്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ യെല്ലോ കളറും റെഡ് കളറും. റെഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡ്രസ്സിന് വേണ്ടിയിട്ടാണ്. യെല്ലോ എന്ന് പറയുന്നത് അതിൻ്റെ ബോഡി പാർട്ടാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ക്യാരക്ടറാണ് വിന്നി ദി പൂ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ യെല്ലോ കളർ എടുത്തിട്ട് അതിൻ്റെ ഹെഡ് പാർട്ട് എങ്ങനെ ഉണ്ടാക്കാനുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഹെഡ് പാർട്ടൊക്കെ റൗണ്ട് റിങ്, മാജിക് റിങ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് വേണ്ടതിൽ ഡിഫറെൻ്റ് ആയിട്ടൊരു മോഡലാണ്. നമ്മൾ റിങ് ചെയ്യുന്നതിന് പകരമായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അതിന് റിങ് ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് മാറ്റുക ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പം റൗണ്ടായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു നല്ല റൗണ്ട് ബോൾ ഷേപ്പായിട്ട് വരാം. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. 4 സ്റ്റിച്ച് ചെയ്യാം, ചെയിൻ സ്റ്റിച്ച് 4 ചെയ്യാം. എന്നിട്ട് ഇതാക്കണ ഓരോന്നിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ ഉള്ള സ്റ്റിച്ച് ഇങ്ങനെ റൗണ്ടാക്കി കൊണ്ടുവരില്ല എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ ആ അറ്റത്ത് വരുന്ന സമയത്ത് സാധാ സിംഗിൾ ക്രോഷൻ്റെ സ്റ്റിച്ച് മാത്രം ചെയ്തു പോയത് ഓരോ അറ്റത്ത് വരുന്ന സമയത്തും ഒരു ക്രോഷൻ്റെ ഉള്ളിൽ തന്നെ 3 വീതം ചെയ്തു പോവാം. അപ്പോഴേ ആ ഒരു റൗണ്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളിപ്പോൾ വിചാരിച്ച ഒരു ഷേപ്പിലേക്ക് ഇതിനെ കിട്ടിക്കോണമെന്നില്ല, ഒരിക്കലും കിട്ടില്ല കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം അതിങ്ങോട്ട് ചുരുണ്ട് വരിക ചെയ്യാം. ഇത് പെണ്ണില്ല, ആ അറ്റത്ത് 3 വീതം ചെയ്തപ്പം അതിങ്ങോട്ട് ഒരു നല്ലൊരു വൃത്തിയായിട്ട് വരും. അതേപോലെ ഓരോ അറ്റത്ത് വരുമ്പോഴും ചെയ്യാം. പിന്നീട് നെക്സ്റ്റ് ഒരു റൗണ്ട് ആ ഫുൾ റൗണ്ട് 2 അറ്റത്തും ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന റൗണ്ടിൽ പിന്നീട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 1 ഇടവിട്ടിട്ട് 2 ചെയ്ത് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇത് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അതായത് ആ 3 സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ നടുക്കുള്ള സ്റ്റിച്ചിൽ 2 ചെയ്യാം, അറ്റത്ത് 2 സൈഡിലുള്ള സ്റ്റിച്ചിൽ ഓരോന്നിച്ചും ചെയ്യാം. അതുപോലെ 4 റൗണ്ട് ചെയ്ത് വരാം. ഇത് വേണ്ടില്ല, ഇത്ര വലുപ്പമായിട്ട് വരും 4 റൗണ്ട് ചെയ്യുമ്പോൾ. എന്നിട്ട് ഒരു റൗണ്ടും കൂടി അതേപോലെ ഇങ്ങനെ ഇരട്ടിച്ച് കൊണ്ടുവന്നിട്ട്, അതായത് ആ അറ്റത്ത് വരുമ്പോൾ മാത്രം അങ്ങനെ കൂടുതൽ കൊടുക്കുക. പിന്നെ നമുക്കിപ്പോൾ ഒരു നല്ലൊരു ബോൾ ഷേപ്പ് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ആ നടുക്ക് വരുന്ന സ്ഥലത്തും ഇതേപോലെ നമ്മൾ 2 വീതം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു ഷേപ്പായിട്ട് മാറും. ഇത് പിന്നെ ഞാൻ സിംഗിൾ ക്രോഷേ മാത്രം ചെയ്യാം. 4 റിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സിംഗിൾ ക്രോഷേ മാത്രം ചെയ്ത് ഫുൾ റിങ് ചെയ്യാം. അപ്പോൾ ഒരു നല്ലൊരു കൊട്ടേൻ്റെ പോലെയൊക്കെ ആയിട്ട് വരും. അതായത് ഹാഫായിട്ട് ചെയ്യാം. പിന്നെ ഹാഫിന് അങ്ങോട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ചെറുതാക്കി കൊണ്ടുവരും. അതായത് പറ്റ ചെറുതാക്കൂല, അതിന് പകരമായിട്ട് കുറച്ചൊരു ജസ്റ്റ് ഒരു 2 ഒന്നാക്കുന്ന രീതി ചെയ്തിട്ട് കുറച്ചെണ്ണത്തിന് മാത്രം ചെയ്യുള്ളൂ. അതായത് പകുതി വലുപ്പം, പിന്നെ ജസ്റ്റ് ഒരു 4 സ്റ്റിച്ചിനെ കുറയ്ക്കുന്ന രീതിയിലാണ് ചെയ്യാം. അത് 2 സൈഡിലായിട്ട് മാത്രം ചെയ്യുള്ളൂ കേട്ടോ, മൊത്തത്തിലൊന്നും ചെയ്യൂല. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിൽ നല്ല വ്യത്യാസം വരും. അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആ വീഡിയോ തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ അതിൻ്റെ ഒരു ഷേപ്പ് അതേപോലെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്.
ഇതിപ്പോൾ ജസ്റ്റ് 2 റിങ് മാത്രം നമ്മൾ അത് ചെറുതാക്കി കൊണ്ടുവന്നിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്ത് പോയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ ചെയ്ത് വന്നിട്ട് ഒരു 2 റൗണ്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിനെ വീണ്ടും ഒന്നുകൂടി ചെറുതാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും സിംഗിൾ ക്രോഷ്യ 2 റൗണ്ട് ചെയ്യാം. വീണ്ടും അതിനെ 2 അറ്റത്ത് ചെറുതാക്കി കൊണ്ടുവരാം. ഇനി ആവശ്യത്തിനുള്ള പഞ്ഞി ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ നമുക്ക് അതിൻ്റെ ശരിക്കുള്ള ഷേപ്പ് മനസ്സിലാവുള്ളൂ. ഇത് വേണ്ടില്ല, ഇതേപോലെ ഉണ്ടാവുക. ഇതിപ്പോൾ ആ സൈഡിലുണ്ട്, നമ്മൾ ആ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് ജസ്റ്റ് നമ്മൾ 2 റിങ് മാത്രമേ ചെറുതാക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്ത് പിന്നെ വീണ്ടും ചെറുതാക്കി സിംഗിൾ ക്രോഷ്യ ചെയ്ത് അങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് ഇതേപോലെ ഒരു ഷേപ്പാണ് കിട്ടുക. നമുക്കിതിൻ്റെ 2 സൈഡിലായിട്ടാണ് കണ്ണ് വെക്കേണ്ടത്. ഇതുപോലെ ഇതിപ്പോൾ തുന്നണ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കത് തുന്നി പിടിപ്പിച്ചാൽ മതി. മറ്റേ ചെറുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ക്രൂ ചെയ്തിട്ട് പിടിപ്പിക്കുക ചെയ്യാതെ നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്യും വേണം. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഇതിൻ്റെ ബോഡി പാർട്ടാണ്. അതിന് സെയിം കളറ് നൂലിനെ നമ്മൾ യൂസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബോഡി പാർട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാല് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കാലൊന്ന് ഉണ്ടാക്കണം. അത് നമ്മളിപ്പോൾ മാജിക് റിങ് ചെയ്തിട്ട് അതിൽ 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് അതിന് ജസ്റ്റ് ഒരു റൗണ്ട് റിങ്ങും കൂടിയും ചെയ്യാം. ഓരോന്നിൽ 2 വീതം ഇട്ടിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചില ഡോൾസിൻ്റെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്ട് ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം സിംഗിൾ ക്രോഷ്യ ചെയ്യല്ലേ, അതുപോലെ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ആ ലെഗ് നമുക്ക് ഒരു നല്ല രസമുണ്ടാവും കാണാൻ തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കൈയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങോട്ട് ഒറ്റയടിക്ക് ഇങ്ങോട്ട് ചെറുതായി വന്ന പോലെ ഉണ്ടാവുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യാം. നമുക്കിതിന് ആകെ 3 റിങ് മാത്രം മതി, അതിൽ കൂടുതൽ വേണ്ട. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചെറിയ കാലം ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഇതിന് അറ്റാച്ച് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബോഡി പാർട്ട് കൂടി ചെയ്യുമ്പോൾ കാലിന് ഓൾറെഡി ആയിട്ട് കുറച്ചും കൂടി നീളം വരും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് അതുപോലെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 3 സിംഗിൾ ക്രോഷ്യയും കൂടി ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ലെഗിൻ്റെ തമ്മിലുള്ളൊരു വിടുത്ത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ല അടുപ്പിച്ച് വരുമ്പോൾ നമുക്കൊരു രസം ഉണ്ടാവില്ല കാണാൻ. ഇനി ഇത് നമ്മൾ സാധാ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാവുക. ഇനി നമ്മൾക്ക് സാധാ സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോണ പോലെ തന്നെ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം എന്താ വെച്ചാൽ അപ്പോൾ നടുക്ക് ഇങ്ങനെ ചെയ്യാമെന്നൊരു സംശയം ഉണ്ടാവും. അവിടെ നമ്മളിപ്പം ഇത് ചെയിൻ സ്റ്റിച്ച് ചെയ്യണ്ടല്ലോ, അതേപോലെ അതിൻ്റെ ഓരോന്ന് എടുത്തിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്താൽ മതി. ഇനി നമുക്കിത് കുറച്ചൊന്ന് വയറൊക്കെ വരാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഡോൾസിന് അത്യാവശ്യം നല്ല വയറുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ നടുക്ക് വരുന്ന ഒരു റൗണ്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് സിംഗിൾ ക്രോഷ്യ കൊണ്ട് ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നിൻ്റെ ഉള്ളിൽ തന്നെ 2 വീതം ചെയ്ത് കൊടുക്കുക. അതെല്ലാത്തിൻ്റെ ഉള്ളിലും ചെയ്യേണ്ട, ഫുള്ള് സ്റ്റിച്ചും ചെയ്യേണ്ട. ആ നടുക്ക് വരുന്ന സ്റ്റിച്ചിൻ്റെ ഒരു 4 വിട്ടിട്ട് ചെയ്ത് കൊടുക്കുക. കാലിൻ്റെ ഭാഗത്തൊന്നും ചെയ്തോണം നിർബന്ധമില്ല. ഓൾറെഡി അതിങ്ങനെ കാലിൻ്റെ അടുത്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക. അതായത് നമ്മൾ വേറൊന്ന് ക്രോഷ്യൻ്റെ സ്റ്റിച്ച് എണ്ണം കൂട്ടി കൊടുക്കാത്തതുകൊണ്ട്. ഇനിയിപ്പോൾ വേണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെ കിട്ടുക. നമ്മളിപ്പോൾ കാലിൻ്റെ ഇടയിലെ വിടുത്ത് കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ഒരു വിടുത്ത് കൂടി വരും. അതേപോലെ കുറച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ വിടുത്ത് കുറഞ്ഞും വരും. ഇനി ഇവിടെ സൈഡിൽ ഇപ്പോൾ നമുക്കിപ്പോൾ എണ്ണം കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ സൈഡിൽ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സിംഗിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ച് തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോയാലും നമുക്ക് വിചാരിച്ച റോൾ തന്നെ കിട്ടും. 2 അറ്റത്തായിട്ട് 2 വീതം ചെയ്ത് കൊടുക്കുക. പിന്നെ നടുക്ക് ഒരു സൈഡിൽ മാത്രമുള്ള നടുക്ക് 4 വിട്ടിട്ട് 2 ചെയ്ത് കൊടുക്കുക.
അതെന്താ വെച്ചാൽ ഒരു സൈഡ് മാത്രം ചെയ്ത് കൊടുക്കാറുണ്ടെങ്കിൽ വയറ് നമുക്കൊരു സൈഡല്ലേ വരുള്ളൂ, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, പകുതി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറച്ചുകൂടി ചെയ്യാനുണ്ട് ബോഡി പാർട്ടിൽ. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ എണ്ണം കൂട്ടി കൊടുത്തുകൊണ്ടാണ് ഇതിനൊരു ബൾക്കായിട്ടുള്ളൊരു ഫീലിംഗ് വരുന്നത്. ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കി കൊണ്ടുവരും വേണം കേട്ടോ. ഇനിയിപ്പോൾ യൂസ് ചെയ്യാനുള്ളത് റെഡാണ്. അതിൻ്റെ ഡ്രസ് കളർ വരുന്നത് റെഡ് കളറിലാണ്. നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ വേറൊരു കളറിനെ അറ്റാച്ച് ചെയ്യൽ എങ്ങനെയായിരുന്നു, സെയിം അതേ മെത്തേഡിൽ തന്നെ ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഈ സിങ്ക്രോഷ്യ മാത്രം ചെയ്ത് പോവാം. അതിൻ്റെ കൂടെ ഇതിനെ രണ്ടെണ്ണത്തിനെ ഒന്നാക്കുന്ന രീതിയിലും ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കിത് ഇപ്പോൾ അത്ര വീതിയുള്ളതുകൊണ്ട് ഇതിനെ ചെറുതാക്കി ബോഡീൻ്റെ മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് ചെറുതാക്കി കൊണ്ടുവരണം. സെയിം വീതി വരുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഇതിനെ ചെറുതാക്കി കൊണ്ടുവരണം ഒരു ഇത്ര അകലത്തിലായിട്ട്. സെയിം നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു കാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്തില്ല ബോഡി പാർട്ട്, ആ ഒരു വീതി മാത്രം മതി കേട്ടോ ഇതിന്. ചെറുതാക്കുന്നത് മറക്കരുത്, കാരണം ചെറുതാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെഡ് പാർട്ട് ചെയ്തിട്ടുള്ളത് ചെറുതാണ്, അതുകൊണ്ട് തന്നെ. ഇതിപ്പോൾ ഇതാ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഞ്ഞി ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ചെറുതാക്കി വന്നത്, അതേപോലെ ഇതിൽ പഞ്ഞി ഫില്ല് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് വന്നോളും. നമ്മളിപ്പോൾ ഇവിടെ ഇത് കവർ ചെയ്ത് കൊടുക്കും, കാരണം എന്താ ഹെഡ് പാർട്ടും കവർ ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട്. ഇത് ഇതേപോലെ അറ്റാച്ച് ചെയ്യാട്ടോ വേണ്ടത്. ഇതിപ്പോൾ അതിൻ്റെ മോൾ ഭാഗം നമുക്ക് ക്രോഷേൻ്റെ നെല്ല് ഉപയോഗിച്ചിട്ടും തുന്നാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ തുന്നണ സൂചി ഉപയോഗിച്ചിട്ടും തുന്നട്ടോ. ഇനി ഇതിൻ്റെ ആവശ്യമുള്ളത് കൈയാണ്. കൈ ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാ നമ്മൾ 6 മാജിക് റിങ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സിംഗിൾ ക്രോഷേ മാത്രം ചെയ്ത്. ഇതിപ്പോൾ ഇയറിൻ്റെ ആണ്, റൗണ്ട് ഇയറാണ് ഉണ്ടാവുക. അതും സെയിം ഇതേ മെത്തേഡിൽ തന്നെ 6 റിങ് വെച്ചിട്ട് റൗണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമ്മളിപ്പോൾ അങ്ങനെ 2, 4 ആ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു മൗത്ത് പാർട്ട് ചെയ്തിട്ടുണ്ട്, ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് നമ്മളിപ്പോൾ ഹെഡ് പാർട്ട് ചെയ്തില്ല അതേപോലെ ചെയ്ത് കൊണ്ടുവന്നതാണ്. എന്നിട്ട് പിന്നെ സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇതിപ്പോൾ എങ്ങനെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇതേപോലെ ഇയർ 2 സൈഡിലായിട്ട് വരും, പിന്നെ കൈ 2 സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്യാം. ഇത് അറ്റാച്ച് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. ഇതുപോലെ കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അതിൽ കണ്ണൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഓൾറെഡി.
അപ്പോൾ ഇതിൻ്റെ ആ ഡ്രസ്സിൻ്റെ മുകളിലുള്ള ആ ഒരു റെഡ് ത്രെഡിങ് വരുന്നുണ്ടല്ലോ, ആ ഡ്രസ്സ് ഇപ്പോൾ നമ്മൾ ഇട്ടതുപോലെ തന്നെ അറിയണേ, അത് നമ്മൾ ക്രിസ്മസ് ട്രീ ചെയ്ത സമയത്ത് ആ ത്രെഡ് എങ്ങനെ ചെയ്യാന്നുള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.